നമസ്കാരം. സിഎഎക്കെതിരെ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. സിഎഎ ചട്ടം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നിയമ പോരാട്ടം നടത്താൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഏത് രൂപത്തിൽ ആവശ്യപ്പെടണമെന്ന് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് ആലോചിക്കും. മുൻപ് സിഎഎക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മുതിർന്ന അഭിഭാഷകരുമായി എജി ഇന്ന് ചർച്ച നടത്തുന്നുവെന്ന് നിയമമന്ത്രിയായിരുന്ന പി രാജീവ് അറിയിക്കുകയുണ്ടായി. നിയമം തന്നെ ഭരണഘടന വിരുദ്ധമാകുമെന്നാകും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുക എന്നാണ് റിപ്പോർട്ട്. സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. അഭിഭാഷകരുമായുള്ള ചർച്ചകൾക്കായി എജി ഡൽഹിയിലാണുള്ളത്. സിഎഎ ചട്ടം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജി നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതിക്കെതിരെ സമർപ്പിച്ച ഹർജിയോടൊപ്പമാണ് പുതിയ ഹർജി നൽകിയിരിക്കുന്നത്. ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ഹർജി സമർപ്പിച്ചിരുന്നു. അതേസമയം പൗരത്വ നിയമത്തിന്റെ പേരിൽ യുഡിഎഫും എൽഡിഎഫും ചേരിതിരിവിന് ശ്രമിക്കുന്നു എന്നാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും സ്ഥാനാർത്ഥികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുസ്ലിം സമുദായത്തിന്റെ പൗരത്വം ഇല്ലാതാക്കാനാണ് ശ്രമം എന്ന രീതിയിലാണ് പ്രചരണം. ജനങ്ങളെ തമ്മിലടുപ്പിക്കാനാണ് ഇതിലൂടെ ഇവർ ശ്രമിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനിടയിൽ ഭീതി പരത്തി തെരുവിലിറക്കി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതുവഴി അവർ ശ്രമിക്കുന്നതെന്നും നിയമം മുസ്ലിം വിരുദ്ധമല്ല എന്നും പക്ഷേ മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് എന്നും ഈ രാജ്യത്തെ ഒരു പൗരനെയും ഈ നിയമം ബാധിക്കില്ല എന്നും 60 കൊല്ലമായി നടപ്പാക്കാതെ പോയ കാര്യങ്ങളാണ് ബിജെപി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു ലിയാഖത്ത് ഉടമ്പടി അനുസരിച്ച് മതത്തിന്റെ പേരിൽ പീഡനം നേരിടുന്നവർക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ചിരുന്നു. അത് നിയമമായിട്ടില്ല. ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസും സിപിഎമ്മും ശ്രമിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മൻമോഹൻ സിംഗിന് പ്രകാശ് കാരാട്ട് കത്ത് നൽകിയിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന പറയുന്ന മതവിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിച്ചിരുന്നത്. കോവിഡ് വന്നതോടെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ വൈകുകയാണ് ഉണ്ടായതും. നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഹർജി നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ഹർജി നിലനിൽക്കുന്നതായിരുന്നെങ്കിൽ കോടതി സ്റ്റേ ചെയ്യേണ്ടതായിരുന്നു എന്നും എന്നാൽ അതിന് കോടതി തയ്യാറായില്ല എന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കുമെന്നത് ബിജെപിയുടെ പ്രഖ്യാപനമാണെന്നും നിരവധി പേർ പൗരത്വം കാത്തിരിക്കുന്നവരാണ് എന്നും ഈ രാജ്യത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് നിയമം ബാധകമാകുമോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനാണ് പ്രതിഷേധം സംഘടിപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതെന്നും പകൽ വെളിച്ചത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നില്ല എന്നും വി.ഡി. സതീശനെയും എം.വി. ഗോവിന്ദനെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുവെന്നും കേരളത്തിലെ അന്തരീക്ഷം വഷളാക്കിയത് എൽഡിഎഫും യുഡിഎഫും തന്നെയാണെന്നും അതിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരത്വ നിയമത്തിനെതിരെ കേസ് കൊടുക്കാൻ സർക്കാരിന് കാശുണ്ട്. പക്ഷേ ആ പണം ഉപയോഗിച്ച് പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ മാത്രം സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. പെൻഷൻ കൊടുത്തിട്ട് മതി പിണറായി വിജയൻ ഇത്തരം ഒരു കാര്യത്തിൽ തലയിടുന്നത് എന്നും ലോകത്ത് ഒരു രാജ്യവും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിയിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് ഇന്ത്യ മാത്രം നൽകുന്നതെന്നും അസമിലെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലത്താണെന്നും എം.ടി. രമേശ് കുറ്റപ്പെടുത്തി.